എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 53, 54 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രാഹ്മണൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് കേട്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടി വിദർഭ രാജ്യത്തിലേക്ക് തിരിച്ചു പോന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. എന്നിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം 53ാമത്തെ ശ്ലോകം ചൊല്ലാം. ആശ്വാസയാമാസ ച താം വിഷണ്ണാം ആഖ്യാതകൃഷ്ണാഗതിരഗ്രജന്മ പ്രാപ്യ പയോദാഗമനം വിവൃണ്വൻ മരുന്മയൂരീമിവ ഘർമ്മതപ്താം. ഇവിടെ ബ്രാഹ്മണൻ്റെ യാത്രയും അവിടെ ചെല്ലലും ഒക്കെയാണ് വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. ആശ്വാസയാമാസ ച താം വിഷണ്ണാം ആഖ്യാതകൃഷ്ണാഗതി അഗ്രജന്മ പ്രാപ്യ പയോദാഗമനം വിവൃണ്വൻ മരുത് മയൂരീം ഇവ ഘർമ്മതപ്താം. ഇവിടെ ബ്രാഹ്മണൻ പോയത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് വർണ്ണിക്കുന്നത്. ആഖ്യാതകൃഷ്ണാഗതി അഗ്രജന്മ. ആഖ്യാതം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടതായ, കൃഷ്ണാഗതി കൃഷ്ണസ്യ ആഗതി കൃഷ്ണൻ്റെ വരവ്. കൃഷ്ണൻ വരുന്നുണ്ട് വിദർഭത്തിലേക്ക്, രുക്മിണീ ദേവിയെ അപഹരിച്ചു കൊണ്ടുപോകാൻ വരുന്നുണ്ട് എന്നുള്ള വാർത്തയുമായിട്ട് ഈ ബ്രാഹ്മണൻ അവിടേക്ക് വിദർഭത്തിലേക്ക് ചെല്ലുകയാണ്. അതാണ് ആഖ്യാത കൃഷ്ണാഗതി അഗ്രജന്മ. അഗ്രജന്മാവ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരാണ്, സമൂഹത്തിൽ വച്ച് ഏറ്റവും ഉയർന്ന തലത്തിൽ ജീവിക്കുന്നവർ. അതുകൊണ്ടാണ് അവരെ അഗ്രജന്മാവ് എന്ന് വിളിക്കുന്നത്. ഒരു കാലത്ത് അവർക്ക് മാത്രമേ വിദ്യാഭ്യാസമൊക്കെ നേടാൻ സാധിച്ചിരുന്നുള്ളൂ. വിദ്യ സമ്പാദിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മമായതുകൊണ്ടാണ് ആ കർമ്മം ചെയ്യുന്നവരെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ ഉള്ളവരെന്ന് കരുതി പോന്നിരുന്നത്. അതുകൊണ്ടാണ് ബ്രാഹ്മണരെ അന്ന് അഗ്രജന്മാക്കൾ എന്ന് പറഞ്ഞിരുന്നത്. സ അഗ്രജന്മ, ആ അഗ്രജന്മാവ് താം വിഷണ്ണാം പ്രാപ്യ, ആ വിഷണ്ണയായിട്ടുള്ള രാജകുമാരിയുടെ അടുത്ത് ചെന്നിട്ട്. പ്രാപ്യ എന്നുള്ളതൊരു ലബന്ധം അവ്യയമാണ്. ഇവിടെ ശ്ലോകത്തിലും വ്യാഖ്യാനത്തിലും പ്രാപ്യ എന്ന് വിസർഗം കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അർത്ഥം മാറും. പ്രാപിക്കപ്പെടേണ്ടവൻ എന്നുള്ള അർത്ഥമാണ്, പക്ഷെ അതിവിടെ യോജിക്കണില്ല. പ്രാപ്യ പയോദാഗമനം എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു വൃത്തഭംഗം വരുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ടായിരിക്കുമോ അറിയില്ല. ഒരു വിസർഗം ചേർത്തിട്ടുണ്ട്, പക്ഷെ വിസർഗത്തിൻ്റെ ആവശ്യം അവിടെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇനി മറ്റെന്തെങ്കിലും അർത്ഥം ഉണ്ടോയെന്നും അറിയില്ല. പ്രാപിച്ചിട്ട് എന്നുള്ള അർത്ഥമാണ് പറയേണ്ടതെങ്കിൽ അവിടെ വിസർഗം വേണ്ട. പ്രാപ്യ പ്രകർഷേണ ആപ്യ, അവിടേക്ക് ഓടിച്ചെന്നിട്ട്, രാജകുമാരിയുടെ അന്തഃപുരത്തിലേക്ക് ഓടിച്ചെന്നിട്ട് അവൾ വിഷണ്ണയായിട്ടിരിക്കുകയാണ്, ദുഃഖിച്ചിരിക്കുകയാണ്. തൻ്റെ ജീവിതം ഇനി പിടിച്ചാൽ കിട്ടാത്ത പോലെ, തനിക്ക് ഒട്ടും ഇച്ഛിച്ച പോലെയൊന്നും അല്ല ജീവിതം ഉണ്ടാവുക എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ രുക്മിണിയുടെ അടുത്തേക്ക് ബ്രാഹ്മണൻ ഓടിച്ചെന്നിട്ട് എന്താ ചെയ്തത്? ആശ്വാസയാമാസ, അവളെ കൃഷ്ണൻ വരുന്നുണ്ട് എന്നുള്ള വാർത്ത പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചു. ആശ്വാസയാമാസ ഏതുപോലെ എന്നുള്ളത് പറയാണ്. മരുത്ത് പയോദാഗമനം വിവൃണ്വൻ ഘർമ്മതപ്താം മയൂരീമിവ. ഘർമ്മതപ്താം മയൂരി, ഘർമ്മം എന്ന് പറഞ്ഞാൽ വേനൽക്കാലമാണ്. വേനൽക്കാലം കൊണ്ട്, ഗ്രീഷ്മ ഋതു കൊണ്ട് വല്ലാതെ ചുട്ട് പൊള്ളി ക്ഷീണിച്ചിരിക്കുന്നവളായ ഒരു മയൂരിയെ, ഒരു മയിലിനെ, അതായത് വേനൽക്കാലത്ത് കാട്ടിലൊക്കെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാട്ടിലും തണുപ്പൊക്കെ വളരെ കുറവായിരിക്കും. നല്ല ചൂടുള്ള പ്രദേശങ്ങൾ തന്നെയാവും. കാടിലും നല്ല ചൂടൊക്കെ അനുഭവപ്പെടും. അപ്പോൾ ആ കാടുകളിൽ താമസിക്കുന്നവരായിട്ടുള്ള മയൂരങ്ങൾ, മയിലുകൾ, അതിൽ ഒരു പെൺമയിലിനോട് ആരാണ് ചെന്ന് പറയണത്? മരുത്ത്. മരുത്ത് എന്ന് പറഞ്ഞാൽ കാറ്റ്. കാറ്റ് എന്താ പോയി പറഞ്ഞത്? പയോദാഗമനം വിവൃണ്വൻ. കാറ്റ് പോയി പറയാണ് മേഘം വരുന്നുണ്ട് എന്ന്. സാധാരണ മേഘം വരുമ്പോൾ കാറ്റും വീശും. അങ്ങനെ മേഘം പെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരക ശക്തിയായിട്ട് നിൽക്കുന്ന ഒരാളാണ് കാറ്റ്. ആ കാറ്റടിക്കുമ്പോഴാണ് അത് തണുക്കുക. അങ്ങനെ മേഘം മഴയായിട്ട് പെയ്യുകയും ചെയ്യും. അതുപോലെ ഭഗവാന്റെ വരവുണ്ടെന്ന് പറഞ്ഞിട്ട് മയൂരിയെ സന്തോഷിപ്പിക്കാൻ, മയൂരിയെ പോലെ വർത്തിക്കുന്ന രുക്മിണിയെ സന്തോഷിപ്പിക്കാൻ ആ ബ്രാഹ്മണൻ നേരെ അന്തഃപുരത്തിലേക്ക് പോയി. അതാണ് മരുത്ത് പയോദാഗമനം വിവൃണ്വൻ ഘർമ്മതപ്താം മയൂരീമിവ. വേനൽ കൊണ്ട് വലഞ്ഞ ഒരു മയിലിനെ എന്ന പോലെ, മയിലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് പോലെ ചെന്നിട്ട്
ആശ്വാസയാമാസ ആശ്വസിപ്പിച്ചു. വരുന്നുണ്ട്, മഴ വരുന്നുണ്ട് എന്ന് കാറ്റ് വീശുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും മഴ വരുന്നുണ്ട്, തണുത്ത കാറ്റാവും വീശ. അതുപോലെ ബ്രാഹ്മണനും അങ്ങോട്ട് പോയത് ചുട്ട് പൊള്ളി മനസ്സാകെ വെന്തട്ടൊക്കെ ആണെങ്കിലും തിരിച്ച് ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് പോന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഒരു തണുത്ത കാറ്റ് വീശുന്നത് പോലെ തന്നെയാണ് ബ്രാഹ്മണൻ രുക്മിണിയുടെ അടുത്തേക്ക് ചെന്നത് എന്നർത്ഥം. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താണ് രുക്മിണി പറയണത് എന്നുള്ളത് നോക്കാം. 54-ാമത്തെ ശ്ലോകം നോക്കൂ. അലം ശുചാ കർമ്മ നലംഘനീയം മതേ യുവാം തിഷ്ഠതമാത്മജസ്യ മാ ഭൂദ്ഗൃഹഛിദ്രമിദം മദർത്ഥമിത്യാഹ മാതാപിതരൗ മൃഗാക്ഷി. ആദ്യം പദച്ഛേദം പറയാം. അലം ശുചാ കർമ്മ ന ലംഘനീയം മതേ യുവാം തിഷ്ഠതം ആത്മജസ്യ മാ ഭൂത് ഗൃഹഛിദ്രം ഇദം മദർത്ഥം ഇതി ആഹ മാതാപിതരൗ മൃഗാക്ഷി. ആ മൃഗാക്ഷി, മൃഗത്തിൻ്റെ സുന്ദരമായിട്ടുള്ള കണ്ണുപോലെയുള്ള കണ്ണുകളോട് കൂടിയവൾ, അതാണ് മൃഗാക്ഷി രുക്മിണി. രുക്മിണി എന്താ പറഞ്ഞത്? ശുചാ അലം. മാതാപിതാക്കന്മാരോട് അവൾ ഇപ്രകാരം പറയുകയാണ്, ശുചാ അലം, വിഷമിക്കൊന്നും വേണ്ട. അച്ഛനമ്മമാർക്കും നല്ല ദുഃഖം ഉണ്ടായിരുന്നു. അതായത് രുക്മിണിക്ക് അറ്റുനോറ്റ ഒരാളോട് ഇഷ്ടമുണ്ടായതാണ്. ചിത്രം വരച്ച് കണ്ടപ്പോൾ ശ്രീകൃഷ്ണനെ തന്നെ നോക്കി നിന്ന ആ രുക്മിണിയെ കണ്ടിട്ട് അച്ഛനമ്മമാർ വളരെയധികം സന്തോഷിച്ചു എന്ന് മുമ്പ് പറയണ്ടായി. ആ ശ്രീകൃഷ്ണനെ വിവാഹം കഴിക്കാൻ അവൾക്ക് പറ്റുന്നില്ല എങ്കിൽ അവൾക്കും ദുഃഖമുണ്ട്, അതോടൊപ്പം തന്നെ അച്ഛനമ്മമാർക്കും ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രാഹ്മണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ രുക്മിണിയുടെ എല്ലാ പേടികളും പരിഭ്രമങ്ങളും ദുഃഖങ്ങളും ഒക്കെ പോയി. ശ്രീകൃഷ്ണൻ വരും, തന്നെ വിവാഹം കഴിക്കും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് ആ രുക്മിണി ദേവി എന്താ ചെയ്തത്? അച്ഛനമ്മമാരെ കൂടി ആശ്വസിപ്പിച്ചു. അതാണ് അവരോട് പറയാണ്, ശുചാ അലം കർമ്മ ന ലംഘനീയം. ദുഃഖിച്ചിരിക്കുകയൊന്നും വേണ്ട, വെറുതെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല കർമ്മ ന ലംഘനീയം, നടക്കണ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇപ്പോൾ വരണ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ പ്രവൃത്തികൾക്കൊന്നും യാതൊരു തടസ്സവും വരുത്തേണ്ട കാര്യമില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കർമ്മ ന ലംഘനീയം, കർമ്മത്തെ നമുക്ക് ലംഘിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ കൊണ്ട് വിചാരിച്ചാലൊന്നും കർമ്മഫലം ഇല്ലാതെയാവില്ല. അതുകൊണ്ട് കർമ്മ ന ലംഘനീയം, നമുക്ക് അനുഭവിക്കാനുള്ളത് നമ്മൾ തന്നെ അനുഭവിച്ചേ മതിയാവൂ, അതിനെ ലംഘിക്കരുത്. കർമ്മ ന ലംഘനീയം. യുവാം ആത്മജസ്യമതേ തിഷ്ഠതം. യുവാം, നിങ്ങൾ രണ്ടുപേരും, അച്ഛനമ്മമാരോട് പറയാണ്, നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണം? ആത്മജസ്യ, ആത്മജൻ പുത്രൻ, പുത്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ രുക്മിയാണ് ഉദ്ദേശിക്കുന്നത്. രുക്മി എന്താണോ പറയണത് അതിൻ്റെ കൂടെ നിന്നോളൂ എന്ന അച്ഛനമ്മമാരെ രുക്മിണി ഉപദേശിക്കുകയാണ്. അപ്പോൾ തനിക്കിതൊക്കെയാണ് അനുഭവിക്കാൻ യോഗം, താനിതൊക്കെ അനുഭവിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും ഈ ഒരു അഭിപ്രായത്തിന് യാതൊരു മാറ്റവും വന്നതായിട്ട് രുക്മിണി കാണിക്കണില്ല. ഇനി ശ്രീകൃഷ്ണൻ എങ്ങാൻ വരുന്നുണ്ട് എന്നുള്ളത് രുക്മിണിയുടെ ഭാവമാറ്റം കൊണ്ട് പോലും മനസ്സിലാക്കിയാൽ രുക്മിണി അതിനൊക്കെ തടയിടും, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ രഹസ്യമായിട്ട് നടത്തിയ നീക്കങ്ങളാണെന്നുള്ളത് കൊണ്ട് തന്നെ രുക്മിണി ശിശുപാലനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചതുപോലെ അങ്ങോട്ട് അഭിനയിക്കാൻ തുടങ്ങി. എന്നിട്ട് അച്ഛനമ്മമാരോട് പറഞ്ഞു, മകൻ്റെ കൂടെ നിന്നോളൂ, മകൻ എന്താണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ കൂടെ നിന്നോളാൻ ഉപദേശിക്കുകയാണ്. യുവാം, നിങ്ങൾ രണ്ടുപേരും ആത്മജസ്യ പുത്രസ്യ, അതായത് രുക്മിണ മതേ തിഷ്ഠതം, അഭിപ്രായത്തോട് യോജിച്ച് നിന്നോളൂ, എതിർക്കണ്ട. എതിർക്കുമ്പോഴാണ് ബലം അല്ലെങ്കിൽ ശക്തി കൂടുക. എങ്ങനെയായാലും നടത്തും എന്നുള്ള തോന്നൽ വരണത് എതിർക്കുമ്പോഴാണ്. അപ്പോൾ ഞങ്ങളും അതിൻ്റെ കൂടെ തന്നെയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിക്കോളൂ എന്ന് പറയാണ്. അതാണ് ആത്മജസ്യമതേ യുവാം തിഷ്ഠതം എന്ന് ഉപദേശിച്ചത്, അങ്ങനെ പറഞ്ഞു കൊടുത്തത്. ഇതം ഗൃഹഛിദ്രം മദർത്ഥം മാ ഭൂത് ഇതി. ഇതം ഗൃഹഛിദ്രം, അതായത് അച്ഛനും അമ്മയും എതിർത്ത് നിൽക്കുക, താനും എതിർത്ത് നിൽക്കുക, ഏട്ടൻ വേറൊരു വഴിക്ക് ചിന്തിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ കുടുംബ ബന്ധങ്ങളാണ് അകന്നു പോവുക, ഛിദ്രങ്ങളുണ്ടാവും, ബന്ധങ്ങൾ തമ്മിൽ ചേർച്ചയില്ലായ വരും. അങ്ങനെ ഞാൻ കാരണം ഇവിടെ ഒരു കലഹം അല്ലെങ്കിൽ കുടുംബ കലഹം, ബന്ധങ്ങളിലുള്ളൊരു ഛിദ്രം ഉണ്ടാവരുത് എന്നുള്ള വളരെ ഒരു വിശാല മനസ്സോട് കൂടിയിട്ട് പറയണത് പോലെയാണ് കേട്ടാൽ തോന്നുക. അതാണ് ഇതം ഗൃഹഛിദ്രം. നമ്മളിപ്പോൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നതായ ബന്ധങ്ങൾക്കുണ്ടാകുന്ന വിടവ്, അത് മദർത്ഥം മാ ഭൂത്. മദർത്ഥം
എനിക്ക് വേണ്ടിയിട്ടാവരുത്, എന്നെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ തമ്മിൽ തല്ലൂടരുത്, അച്ഛനും മകനും തമ്മിൽ ചർച്ചയില്ലാതെ വരരുത് എന്നൊക്കെ ഈ പ്രകാരമൊക്കെ മൃഗാക്ഷി ആ സുന്ദരിയായിട്ടുള്ള രുക്മിണി മാതാപിതരവും അച്ഛനമ്മമാരെ അച്ഛനമ്മമാരോട് ഉപദേശിച്ചു, പറഞ്ഞു കൊടുത്തു. എനിക്ക് വേണ്ടിയിട്ട് ആരും ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒന്നിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട, ഞാൻ ശിശുപാലനെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ മാത്രമല്ല അച്ഛനമ്മമാരോട് പറയാണ്, മകൻ്റെ ഹിതം അഥവാ ജ്യേഷ്ഠൻ്റെ ഹിതം എന്താണോ അതിനനുസരിച്ച് നിന്നോളൂ, കുടുംബകലഹങ്ങളൊന്നും ഉണ്ടാവാൻ ഞാൻ കാരണമായി തീരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പോൾ ഈ പറയണതിൻ്റെ അർത്ഥമൊന്നും ഈ വാച്യാർത്ഥം അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ രുക്മിണിക്ക് ഉള്ളിൻ്റെ ഉള്ളിലറിയാം താൻ ഇങ്ങനെ നിന്നാലേ കാര്യം നടക്കുള്ളൂ, ശ്രീകൃഷ്ണൻ വരണത് ആരും അറിയരുത്, വന്നിട്ട് വിവാഹം കഴിച്ച് തന്നെ അപഹരിച്ചു കൊണ്ടുപോകുന്നാണല്ലോ പറഞ്ഞേക്കണത്. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ വളരെ ഉദാസീനമായിട്ടുള്ളൊരു നിൽപ്പ് നിന്നാലേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രുക്മിണി ഇങ്ങനെ ഒരു കാൽവയ്പ് വിവാഹ കാര്യത്തിൽ നടത്തിയത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ആശ്വാസയാമാസ ച താം വിഷണ്ണാം ആഖ്യാതകൃഷ്ണാഗതിരഗ്രജന്മ പ്രാപ്യ പയോദാഗമനം വിവൃണ്വൻ മരുന്മയൂരീമിവ ഘർമ്മതപ്താം അലം ശുചാ കർമ്മനലംഘനീയം മതേ യുവാം തിഷ്ഠതമാത്മജസ്യ മാ ഭൂദ്ഗൃഹഛിദ്രമിദം മദർത്ഥം ഇത്യാഹ മാതാപിതരൗ മൃഗാക്ഷി. ഇനി എന്തൊക്കെയാണ് ശ്രീകൃഷ്ണൻ വന്നിട്ടുണ്ടാവാൻ പോണത് എന്നുള്ളത് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.